കുഞ്ഞുനാളില് ചവിട്ടി നടന്ന പവിത്ര മണ്ണിലാണ് ഇന്ന് ഈ കോട്ടയം ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും കുഞ്ഞുങ്ങൾ ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും മാണി സാറിന്റെ ജീവിതത്തിലെ ഓർമ്മയിലെ അവിസ്മരണീയ സംഭവങ്ങളാണ്. ഈ സ്റ്റേഡിയം തീർച്ചയായിട്ടും അടുത്ത നവംബർ കേരള CBSE സ്കൂളുകളുടെ ഏതാണ്ട് 1400 വരുന്ന സ്കൂളുകളുടെ കായിക മാമാങ്കവും ഈ വരുന്ന നവംബർ 14, 15, 16 തീയതികളിൽ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അന്ന് ഔപചാരികമായി ഈ സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടേണ്ടതാണ്. അതിലേക്ക് ഇപ്പോഴെ തന്നെ മാണി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യൻ കായിക വേദിയിൽ വളരെ വലിയ സംഭാവനകൾ കേരളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടന്ന ഏഷ്യൻ സ്കൂൾ മീറ്റില് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ വളരെ നല്ല പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ലോക കായിക രംഗത്ത് ഇനിയും ഇന്ത്യക്ക് വളരെയധികം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഒളിമ്പിക്സിലും അതുപോലെ തന്നെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒക്കെ നമുക്ക് വളരെയധികം നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ബെയ്ജിംഗ് ഒളിമ്പിക്സിന് മുമ്പ് ഞാൻ ചൈനയിൽ പോയപ്പോൾ അവിടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് 10 ലക്ഷം സ്പോർട്സ് നഴ്സറി സ്കൂളുകൾ ചൈനയിലുണ്ട്. ഞാൻ നമ്മുടെ ആദരണീയായ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീമതി പത്മിനി തോമസിനോട് ഞാൻ ചോദിച്ചു, നമുക്ക് കേരളത്തിൽ എത്ര സ്പോർട്സ് നഴ്സറി സ്കൂൾ ഉണ്ട് എന്ന്. അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഇതേവരെ ഒന്ന് തുടങ്ങുവാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് ക്യാച്ച് ചെയ്യാൻ കുഞ്ഞുങ്ങളെ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് ആ സ്പോർട്സിന്റെ സ്പിരിറ്റ് പകർന്നുകൊടുത്തെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുറ ഇന്ത്യക്ക് വാർത്തെടുക്കുവാൻ കഴിയുള്ളൂ. നമ്മളിന്ന് ആരോഗ്യരംഗത്ത് അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് എത്രയോ കോടികൾ മുടക്കുന്നു. അതിലൊരു അംശം മതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കായിക പരിശീലന കേന്ദ്രങ്ങൾ അത് സ്കൂളുകളിലും കോളേജുകളിലും നടത്തിയാൽ തീർച്ചയായിട്ടും കായിക രംഗത്ത് ശക്തിയുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. ഒളിമ്പിക്സിലും ഈ വേൾഡ് അത്ലറ്റിക്സ് മീറ്റിലൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യയുടെ യൂത്തിന്റെ അനാരോഗ്യമാണ് തെളിയിക്കുന്നത്. ഈ അനാരോഗ്യം മതിയോ? ആരോഗ്യമുള്ള ഒരു തലമുറയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എങ്കിൽ ഇനിയും നമുക്ക് വളരെയധികം ഇന്ത്യൻ പൊതുസമൂഹവും കേരളത്തിലെ സമൂഹവും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെന്റും വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ട രംഗമാണ് യുവാക്കളുടെ ഈ കായിക രംഗം എന്നുള്ളത്. അതിന്റെ ധാരാളം പണച്ചെലവുള്ളൊരു കാര്യമാണ്. മറ്റ് കൊച്ചു രാജ്യങ്ങൾ പോലും 1 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യം പോലും ഒളിമ്പിക്സിൽ സ്വർണം നേടുമ്പോൾ 121 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് എത്രമാത്രം നേടാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുന്നതും ഈ സന്ദർഭത്തിൽ ഉചിതമായിരിക്കും.